ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 2025 6 മാസമായ ജൂൺ മാസം 3 തീയതി ചൊവ്വാഴ്ച അതിരാവിലെ നമുക്കേവർക്കും ജീവജലമായി ഒന്നിച്ചു കൂടി വരുവാൻ, ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുവാൻ ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായം 7 വാക്യം. ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 37 വേഴ്സ് 7 നാം ഇങ്ങനെ വായിക്കുന്നു: താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. ഇയ്യോബിന്റെ പുസ്തകം വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ്. ആദ്യം എഴുതപ്പെട്ടു എന്ന് പറയുന്നതുൾപ്പെടെ ധാരാളം പ്രത്യേകതകളാൽ സമ്പന്നമാണ്. പ്രത്യേകിച്ച് 32 അധ്യായത്തിൽ ഏലീഹു എന്ന് പറയുന്ന പുതിയ ഒരു വ്യക്തിത്വം പ്രവേശിക്കുന്നു. തുടർന്ന് ഈ 37-38 അധ്യായങ്ങൾ വരെ ഏലീഹു ദൈവത്തിന്റെ വല്ലഭത്വത്തെ, മഹത്വത്തെ, വലിപ്പത്തെ പ്രകീർത്തിക്കുന്നു. എടുത്തെടുത്ത് പല പല കാര്യങ്ങളാൽ തെളിയിക്കുന്നതിന് സമാനമായി ഉയർത്തിപ്പറയുന്നു. അങ്ങനെ 37 അധ്യായം 7 വാക്യത്തിൽ വളരെ പ്രശസ്തമായ, വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം പറയുകയാണ്. താൻ സൃഷ്ടിച്ച, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ച് ജീവശ്വാസമൂതിയ മനുഷ്യരെയൊക്കെയും തിരിച്ചറിയുവാൻ അവരുടെ കൈകൾ മുദ്രയിടുന്നു. നാം ജീവിക്കുന്നത് വളരെ അത്യാധുനിക ഒരു കാലഘട്ടത്തിലാണ്. ശാസ്ത്രം അതിൻ്റെ അത്യുച്ച കോടിയിൽ എത്തി നിൽക്കുന്നു. ഇന്ന് മനുഷ്യൻ എത്തിപ്പെടാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം കൊടുത്ത ബുദ്ധിയും കഴിവും പ്രാപ്തിയും മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 20-30 വർഷത്തിനിടയിൽ വളരെ പ്രാധാന്യതയോടെ കാണുന്ന ഒരു കാര്യമാണ് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന മനുഷ്യന്റെ കൈപ്പത്തി, വിരലടയാളം. അതിൽ കൂടെ ഈ ലോകത്തിലെ ഏത് രാജ്യത്തിൽ, ഏത് ഭൂഖണ്ഡത്തിൽ എവിടെ യാത്ര ചെയ്താലും ഒരു വ്യക്തിയെ തിരിച്ചറിയുവാൻ കഴിയും. ചുരുക്കത്തിൽ കോടാനുകോടി മനുഷ്യരുള്ള ഈ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ ആ ഒരു കൈപ്പത്തി അഥവാ വിരലടയാളം ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്റെ വിരലടയാളം അഥവാ കൈയടയാളം എനിക്ക് മാത്രമല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരു വ്യക്തിക്കില്ല. ഇത് കണ്ടുപിടിക്കുവാനും നടപ്പിലാക്കുവാനും പ്രവൃത്തിപഥത്തിലെത്തുവാനും മേൽപ്പറയപ്പെട്ട അത്യാധുനിക ശാസ്ത്രം കഴിഞ്ഞ ഏകദേശം 20-30 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വർഗത്തിലെ ദൈവം തന്റെ സൃഷ്ടിയുടെ ഓരോരുത്തരുടെയും കൈകൾ മുദ്രയാൽ, വിരൽ അടയാളത്താൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതിനകത്ത് നിന്ന് ഒരു സയന്റിഫിക് മെത്തേഡ് മാത്രമല്ല
പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്നത്. സ്വർഗത്തിലെ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യരെ എങ്ങനെ കരുതുന്നു, എങ്ങനെ അവരെ പരിപാലിക്കുന്നു, ഓരോരുത്തരെയും കൃത്യമായി തിരിച്ചറിയുവാൻ തമ്പുരാൻ ഏതെല്ലാം നിലകളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യൻ അത് കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവം എത്രയോ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്ത് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ഓർക്കണം, നമ്മളിന്ന് പുതിയൊരു കാര്യമാണ്, പുതിയ കണ്ടുപിടുത്തമാണ് എന്നൊക്കെ പറഞ്ഞ് അതിശയത്തോടെ നോക്കുകയും മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ വേദപുസ്തകം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ വേദപുസ്തകത്തിൽ കണ്ടുപിടിച്ചതും നമ്മോട് പറയുന്നതും നമ്മെ കാണിക്കുന്നതും അറിയിക്കുന്നതുമായിട്ടുള്ള വളരെ മഹാത്ഭുതങ്ങൾ, ഹല്ലേലൂയ, എത്രയോ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കൃത്യമായി തിരിച്ചറിയുവാൻ പദ്ധതിയിട്ട് അത് വേണ്ട ക്രമീകരണം ചെയ്ത ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ തന്നെ പലരുടെയും പേര് നമുക്ക് അറിയത്തില്ല, മറന്നുപോകും. പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറയുടെ പേരുകൾ ഒരിക്കലും ഓർമ്മയിൽ നിൽക്കാതെയും വായിൽ കൊള്ളാത്തതും വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള പേരുകളും തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് മോനെ മോളെ എന്ന് വിളിച്ച് അതിനകത്തിലങ്ങ് ഒതുക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, ഒരു വ്യക്തിയെയും മാറിപ്പോകുകയില്ല. നമുക്കറിയാം, ട്വിൻസായിട്ട് ജനിച്ച പലർക്കും തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങൾക്കൊക്കെ വായിക്കുന്നു, പങ്കാളികൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് പേര് ചൊല്ലി വിളിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറയും. അതുപോലെ രൂപസാദൃശ്യമുണ്ട്. അതായത് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ രൂപസാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് അങ്ങനെ പോലും നമ്മിൽ ഒരാളെ ഒരു വിധത്തിലും തിരിച്ചറിയാൻ പോകാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഇടയാകാതെ വണ്ണം തമ്പുരാൻ അതിനുവേണ്ട ക്രമീകരണം ചെയ്തിരിക്കുന്നു. അർത്ഥാൽ തന്റെ സൃഷ്ടികളായ ഓരോരുത്തരെയും ദൈവം അതിന് തക്ക വില നൽകി, മൂല്യം നൽകി സ്നേഹിക്കുന്നു, കരുതുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, ഞാനും നിങ്ങളും ഒന്നുമോർത്ത് ഭാരപ്പെടണ്ട. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ തിരിച്ചറിഞ്ഞു എന്ന് വരികയില്ല, നമ്മളെ കരുതി എന്ന് വരികയില്ല. എന്നാൽ ഒരു വിധത്തിലും തഴയപ്പെടാതിരിക്കാൻ തമ്പുരാൻ നമ്മുടെ കൈകളെ പോലും മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഞാനും നിങ്ങളും, നാം ഓരോരുത്തരും ദൈവത്തിന് അത്രമാത്രം വിലയുള്ളവരാണ്, ശ്രേഷ്ഠരാണ്, മാന്യരാണ്. നമ്മുടെ കൂട്ടത്തിലും കൂട്ടായ്മയിലും കുടുംബത്തിലും ചർച്ചയിലും ഒക്കെ പെട്ടവർക്കാണ് നമ്മൾ വിലയില്ലാത്തത്, നമ്മൾ ഔട്ട്സൈഡേഴ്സായി പോകുന്നത്. എന്നാൽ തമ്പുരാൻ അങ്ങനെയല്ല. നമ്മെ ഓരോരുത്തർക്കും വേണ്ട വിലയും മാന്യതയും നൽകി നമ്മളെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടത് നൽകുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന ദൈവമാണ്. ആധുനിക ശാസ്ത്രം ആധുനികമായി കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ തമ്പുരാൻ ഇവയെല്ലാം ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്റെ ദൗത്യം നിർവഹിക്കുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ പ്രതികൂലമുള്ള, പ്രതിസന്ധിയുള്ള, പ്രശ്നങ്ങളുള്ള ലോകത്തിൽ ഞാൻ നിങ്ങളും ജീവിക്കുന്നതും അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നതും. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്താൽ ധന്യമാക്കപ്പെടുവാൻ
തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ജീവജലത്തിന് പരിസമാപ്തി കുറിക്കട്ടെ. ഞാനും നിങ്ങളും നാം ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ദൈവത്തിന്റെ കണ്ണിൽ ഒരുപോലെയാണ് എന്റെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം തിരിച്ചറിയത്തക്കവണ്ണം തമ്പുരാൻ വേണ്ട ക്രമീകരണം ചെയ്ത് ഉയരത്തിലെ ടെക്നോളജിയാൽ നമ്മെ അവിടെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ മറ്റാരും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മളെ ഒരു വിധത്തിലും പരിഗണിച്ചില്ലെങ്കിലും ഭാരപ്പെടേണ്ട, തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും കരുതിയിരിക്കുന്നു, ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകം പുതിയ പുതിയ ആശയങ്ങൾ, നൂതന സമ്പ്രദായങ്ങൾ കണ്ടുപിടിച്ച് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ തന്റെ സൃഷ്ടിയായ മാനവ ജനതയെ കരുതുവാൻ ദൈവം എത്രയോ ഉന്നതമായി ശ്രേഷ്ഠമായി തന്റെ പദ്ധതി ഇട്ടിരിക്കുന്നുവെന്ന് യോബിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഇതൊക്കെ ഞങ്ങളുടെ കണ്ണിന് മറവായിരുന്നുവല്ലോ, എന്നാൽ ദൈവജനങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഇങ്ങനെ ഞങ്ങളെ ഒരാളെ പോലും തഴയാതെ തിരിച്ചറിയാതെ പോകാതെ ഇരിപ്പാൻ തമ്പുരാൻ സ്വർഗീയ പദ്ധതിയിട്ട് ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചിരിക്കുക. സ്തോത്രം. ആ വലിയ കരുതലിന് നന്ദി കരേറ്റിക്കൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇതാ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു. ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്വർഗം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറം എത്രയോ ഉന്നതമാണ്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി മുഖത്തിന്റെ അടയാളങ്ങളും കണ്ണിന്റെ അടയാളങ്ങളും കൈയുടെയും വിരലിന്റെയൊക്കെ അടയാളങ്ങൾ എടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്റെയും നിങ്ങളെയും കരുതുവാൻ വേണ്ടി, പരിപാലിക്കാൻ വേണ്ടി, തിരിച്ചറിഞ്ഞ് വേണ്ട സമയത്ത് വേണ്ടത് നൽകുവാൻ വേണ്ടി നമ്മുടെ വിരലടയാളം, കൈയടയാളം തമ്പുരാൻ മുദ്രയിട്ടിരിക്കുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ വചനത്താൽ തമ്പുരാൻ നമ്മെ നിറച്ചിരിക്കുന്നു. ആകയാൽ ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് എന്നെയും കരുതിയ, എന്നെയും ചേർത്ത് പിടിച്ച, എന്നെയും പരിഗണിച്ച ഈ ദൈവത്തിന് മുമ്പാകെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.